നമുക്ക് അറിയാം ഇതെല്ലാം നടാൻ പാകത്തിന് കട്ട് ചെയ്ത ഇഞ്ചി വിത്താണ്, ഒടിച്ച് നല്ല ഇഞ്ചി വിത്താണ്. കണ്ടോ മുളയൊക്കെ ഉണ്ട്, മുള കണ്ടോ, നല്ല മുള വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടാൻ പാകത്തിലാണ്. ഇപ്പം കവറിലൊക്കെ നടാനും ഒക്കെ പറ്റിയ സമയമാണ്. ഇമ്പേഷ്യൻസ് പല കളർ വന്നിട്ടുണ്ട് കണ്ടോ, നല്ല കളറ്, ഇഷ്ടംപോലെ കളറുണ്ട്. ഇതൊക്കെ വെറൈറ്റിയാണ് കണ്ടോ, അല്ലിയായിട്ട് അല്ല ഈ സീനിയയുടെ പൂക്കളൊക്കെ വരുന്ന പോലെയാണ് ഇത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പം പുതിയതായിട്ട് വന്ന് എത്തിച്ചേർന്ന സ്റ്റോക്കുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ റിയോഡി ഇനത്തിൽപ്പെട്ട ഇഞ്ചി വിത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം ഇതെല്ലാം നടാൻ പാകത്തിന് കട്ട് ചെയ്ത ഇഞ്ചി വിത്താണ്, ഒടിച്ച് നല്ല ഇഞ്ചി വിത്താണ്. കണ്ടോ മുളയൊക്കെ ഉണ്ട്, മുള കണ്ടോ, നല്ല മുള വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടാൻ പാകത്തിലാണ്. ഇപ്പം കവറിലൊക്കെ നടാനും ഒക്കെ പറ്റിയ സമയമാണ്. കണ്ടോ മുളയെല്ലാം വന്നുകൊണ്ട് ഇതാണ് ഇത്രയും വലിപ്പത്തിലാണ് നമ്മുടെ ഇഞ്ചി വിത്ത് നടുന്നത്. അത് നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് അവർ കൃഷി ചെയ്ത് ബാക്കി വന്ന് അവർ വിത്ത് കുറേ ബാക്കിയുണ്ടായിരുന്നു, അവിടെ നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് വയനാട്ടിൽ നിന്നാണ് ഈ ഇഞ്ചി വിത്ത് എത്തിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ റിയോഡി ഇനത്തിൽപ്പെട്ട ഇഞ്ചിയാണ്. അതിൻ്റെ ഉണ്ട്. ഇതിപ്പം ചാക്കിനതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം എന്താ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർ നമ്മളോട് ബന്ധപ്പെടുക. അതിൽ ചേനയുടെ വിത്തുണ്ട്, മഞ്ഞളുടെ വിത്തൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പം ധാരാളമുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്കുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഒന്ന് ഇഞ്ചി വിത്ത്. പിന്നെ നല്ല റോസുകൾ വന്നിട്ടുണ്ട്, ബട്ടൺ റോസ് ഉണ്ട്. പിന്നെ ലൻഡാനയുണ്ട്, പപ്പായ, റെഡ് ലേഡി പപ്പായ. പലരും ഇതിനിടയ്ക്കെല്ലാം വന്നിട്ട് ഇല്ലയെന്ന് പറഞ്ഞ് വിടുക ചെയ്ത്. അപ്പോൾ ഇപ്പം ഇഷ്ടംപോലെ വരാൻ തുടങ്ങി. ഇപ്പോൾ ടൈമാണ്. ഇപ്പം അത് നട്ട് കഴിഞ്ഞാൽ കുരു ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം മുളയ്ക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പം ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ റെഡ് ലേഡിയുടെ പപ്പായ ഉണ്ട്. ആവശ്യക്കാർ ഇപ്പം കൂടുതൽ ബൾക്കായിട്ടൊക്കെ നടുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ചെടി മുരിങ്ങ 6 മാസം കൊണ്ട് മുരിങ്ങ കായ്ക്കുന്നതാണ്. അപ്പോൾ ചെടി മുരിങ്ങയുടെ തൈയുണ്ട്. പുതിനയുടെ തൈയുണ്ട്. അത് പലരും ആവശ്യക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുതിന. പിന്നെ സ്ട്രോബെറിയുടെ തൈയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളത് റോസുകൾ പല കളറിലുള്ളത്. നേരത്തെ കാണിച്ചത് ബട്ടൺ റോസാണ്, നല്ല മഞ്ഞ കളറിലുള്ളത്. പല കളർ കണ്ടോ, അതെല്ലാം മുട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും ഓപ്പണായ ഓപ്പണായത് കൊണ്ടുവരികയില്ല. കാരണം മുട്ടുള്ളത് റോസുകൾ എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വിടർന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകും. അപ്പോൾ അത് ഭംഗി നഷ്ടപ്പെട്ടു പോകും. അത് ആൾക്കാർ ചെടി എടുക്കത്തില്ല. അപ്പം നമ്മൾ മുട്ടുള്ള തൈകളാണ് എപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള പൂക്കൾ പല കളറിൽ ഇഷ്ടംപോലെ റോസ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ. അതിന് ജറബറ ഉണ്ടോ, വിവിധ കളറിൽ വളരെ എത്ര നല്ല രസമാണെന്ന് നോക്കി. ജറബറയുടെ തൈ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കലാഞ്ചിയുടെ ഇപ്പം കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് മഞ്ഞയും വെള്ളയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, മഞ്ഞയും വെള്ളയും. അല്ല വിങ്ക ലൻഡാന തൈകളൊക്കെ നമ്മൾ കവറിലാക്കിയതുണ്ട്, വലിയ കണ്ടോ. നല്ല ഈ തൈയുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചെടിയുടെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നല്ല വലിപ്പത്തിൽ നല്ല ചെടി വളർന്നു കണ്ടോ, നോക്കിയാൽ അറിയാം. ഇത് എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ 2 തൈയിടും. അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ലഭ്യമാണ് വലിയ കവറിൽ. പെൻഡാസിൻ്റെ തൈയുണ്ട്. അതുപോലെ തന്നെ ബിഗോണിയ, ഇതെല്ലാം പുതിയ സ്റ്റോക്കുകളാണ്. ഇമ്പേഷ്യൻസ് പല കളർ വന്നിട്ടുണ്ട് കണ്ടോ, നല്ല കളറ്, ഇഷ്ടംപോലെ കളറുണ്ട്. പിന്നെ വിങ്കയുണ്ട്, ജമന്തിയുടെ തൈയുണ്ട്. പിന്നെ ഉള്ളത് ജെറേനിയമാണ് ഉണ്ടോ, ജെറേനിയത്തിൻ്റെ പല കളറുണ്ട്. എല്ലാം നല്ല മനോഹരമായ പൂക്കളുള്ള ചെടികളാണ്. പിന്നെ ഈ വേറൊന്ന് പറയാനുള്ളത്, റോസിൻ്റെ ഒരു ഐറ്റമാണ് ഈ കാശ്മീരി റോസ്. നമ്മുടെ കാലാവസ്ഥയൊക്കെ നല്ലോണം പിടിക്കുന്നൊരു ഇതാണ് കാശ്മീരി റോസ്. അതിൻ്റെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പൂക്കൾ കണ്ടാൽ ഇതൊക്കെ വെറൈറ്റിയാണ് കണ്ടോ, അല്ലിയായിട്ട് അല്ല ഈ സീനിയയുടെ പൂക്കളൊക്കെ വരുന്ന പോലെയാണ്. ഇതിൽ ഈ ചെറിയ ഇത് സ്റ്റെപ്പില്ലാണ്ട് വരുന്ന പൂക്കളാണ് കണ്ടോ. നല്ല ഇതൊക്കെയാണ് ഇപ്പം പുതിയതായിട്ട് വന്ന സ്റ്റോക്കുകൾ.
അപ്പോൾ നമ്മുടെ ഈ ഇതെല്ലാം നമ്മുടെ ഫാമുകളായ ചെറുപുഴ വൈപ്പിരം നഴ്സറികളിൽ ലഭ്യമാണ്. അപ്പം നമ്മുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുക, ആവശ്യക്കാർ വരിക. വീണ്ടും കാണുന്നവരെ ബൈ.